ഹരേ കൃഷ്ണ, സർവം കൃഷ്ണ അർപ്പണമസ്തു. ഞാനിപ്പോൾ ഗുരുവായൂരപ്പൻ്റെ അടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ വന്നതാണ്. ഗുരുവായൂരപ്പനെ ഇന്നലെ തൊഴുതു. ഇന്നിപ്പോൾ ഇവിടെ നല്ല തിരക്കുണ്ട്. ഒരുപാട് ആൾക്കാരാണ് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇന്ന് മെയ് 1-ാം തീയതി ആയതാണ്. ഒരുപാട് ആൾക്കാരുണ്ട്, അവധിയാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാരാണ് ഭഗവാനെ കാണാനായിട്ട് എത്തിയിരിക്കുന്നത്. നല്ല ചൂടുണ്ട്. അപ്പോൾ ഈ ചൂടത്തും ഭഗവാനെ കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ എത്തിയിട്ടുണ്ട്. അതാണ് ആ ഗുരുവായൂരപ്പൻ്റെ ഒരു ശക്തി എന്ന് പറയുന്നത്. ഗുരുവായൂരപ്പനെ കാണാൻ എത്ര ചൂടുണ്ടെങ്കിലും എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും ആൾക്കാർ പല സ്ഥലത്തുനിന്നും ആ ഭഗവാന്റെ മുന്നിലെത്താൻ വേണ്ടിയാണ് ഓടിയെത്തുന്നത്. ഇത്ര ചൂട് സഹിച്ച് ഇത്രയും കഷ്ടപ്പാടൊക്കെ സഹിച്ചിട്ട് നമ്മൾ ക്യൂ നിന്ന് ഭഗവാന്റെ ആ മുന്നിലെത്തുമ്പോൾ നമുക്കൊരു പ്രത്യേക തണുപ്പാണ് അനുഭവപ്പെടുക. എത്ര ചൂടുണ്ടെങ്കിൽ ആ ഭഗവാന്റെ മുന്നിലെത്തുമ്പോൾ നമ്മുടെ മനസ്സ് ഒന്ന് തണുക്കും, നമ്മളൊന്ന് ശാന്തമാവും. നമുക്കൊരു പ്രത്യേക തരം ഒരു തൃപ്തി, ഒരു മനസ്സിലൊരു ശാന്തി നമുക്ക് ഭഗവാന്റെ മുന്നിലെത്തുമ്പോൾ അനുഭവപ്പെടും. അപ്പോൾ ആ ഭഗവാനെ കാണാനായിട്ട്, ആ ഭഗവാന്റെ മുന്നിൽ എത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഉള്ള ഓരോ ആൾക്കാരും കൊതിക്കുന്നത്. മണിക്കൂറുകളോളം ക്യൂ നിന്നിട്ടാണെങ്കിൽ ആ ഭഗവാനെ കാണുക എന്നുള്ളതാണ് എല്ലാവരുടെയും ലക്ഷ്യം. അങ്ങനെ ഭഗവാനെ കാണാനായിട്ട് ഇന്ന് ഒരുപാട് ഭക്തജനങ്ങൾ എത്തിയിട്ടുണ്ട്. ഞങ്ങളും ഭഗവാനെ കണ്ടു. ഇന്നലെയും ഭഗവാനെ കാണാൻ പറ്റി. ഇന്നലെ ഭഗവാൻ കാല് ഉണ്ണുന്ന ഉണ്ണിയായിട്ടാണെന്ന് അങ്ങനെയാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഇന്ന് ഉച്ചപൂജ കഴിഞ്ഞിപ്പോൾ നട തുറന്നിട്ടേ ഉള്ളൂ. ഇന്ന് രാവിലെ ഭഗവാനെ കണ്ടു. 2-3 മണിക്കൂർ ക്യൂ നിന്നിട്ട് ഭഗവാനെ കണ്ടു. സന്തോഷമായി. ഇനിയിപ്പോൾ പറ്റുവാണെങ്കിൽ ഉച്ചപൂജ ഒന്നും കൂടി തൊഴുകണമെന്ന് ഉണ്ട്. അപ്പോൾ വൈശാഖ മാസമൊക്കെ വരികയാണ്. വൈശാഖമാസം മെയ് 9-ാം തീയതി മുതൽ ജൂൺ 6-ാം തീയതി വരെയാണ് വരുന്നത്. വൈശാഖ മാസം വളരെ പ്രാധാന്യമുള്ളൊരു മാസമാണ്. എല്ലാ മാസങ്ങളിലും ഏറ്റവും പ്രാധാന്യമുള്ള മാസമാണ് വൈശാഖ മാസം. ആ വൈശാഖ മാസം മാധവ മാസം എന്നും അറിയപ്പെടുന്നുണ്ട്. കാരണം മാധവന് പ്രിയപ്പെട്ട മാസമാണ് എന്നാണ് പറയുന്നത്. ഈ വൈശാഖ മാസത്തിൽ നമ്മൾ ഭഗവാനെ സേവിക്കുകയാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. ഭഗവാന്റെ നാമം ജപിക്കുക, വിഷ്ണു പൂജ ചെയ്യുക, ദാനം ചെയ്യുക. ഇതൊക്കെ ചെയ്യുന്നത് വൈശാഖ മാസത്തിൽ വളരെ നല്ലതാണ്. വൈശാഖ മാസത്തിൽ നമ്മൾ എന്ത് കർമ്മം ചെയ്താലും, ഭഗവാന് വേണ്ടി എന്ത് കർമ്മം ചെയ്താലും അതിനൊക്കെ ഇരട്ടി ഫലം ലഭിക്കുന്നതാണ് പറയുന്നത്. വൈശാഖ മാസത്തിൽ പറ്റുന്ന പോലെ എല്ലാവരും ഭഗവാന് വേണ്ടിയിട്ട് ഓരോ കർമ്മങ്ങൾ, ഇപ്പോൾ എന്താണെങ്കിലും ഭഗവാന് വേണ്ടി നമ്മൾ മനസ്സ് സമർപ്പിച്ച് മനസ്സറിഞ്ഞ് ഭഗവാനെ വിചാരിച്ചുകൊണ്ട് എന്ത് ചെയ്താലും അത് ഭഗവാൻ സന്തോഷത്തോടു കൂടി സ്വീകരിക്കും എന്നുള്ളതാണല്ലോ, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ആ ഭഗവാന് വേണ്ടി നമ്മൾ നാമം ജപിക്കുക. ഈ കലിയുഗത്തിൽ ഏറ്റവും പ്രാധാന്യം നാമം ജപിക്കുക എന്നുള്ളതാണല്ലോ. ഓരോ യുഗത്തിലും ഭഗവാന് വേണ്ടി ഓരോ കർമ്മങ്ങളാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ കലിയുഗത്തിൽ ഏറ്റവും എളുപ്പമുള്ളതാണ് നാമം ജപിക്കുക എന്നുള്ളത്. അപ്പോൾ ആ നാമം ഭഗവാന് വേണ്ടി മനസ്സറിഞ്ഞ് ഹരേ കൃഷ്ണ മഹാമന്ത്രം ഏത് മന്ത്രമായാലും ഭഗവാന്റെ നാമം ഏതാണെങ്കിലും ആ ഭഗവാന്റെ നാമം ജപിക്കുക. രാവിലെ ഒരു ദിനചര്യയോടുകൂടി വൈശാഖ മാസം ആചരിക്കാൻ നോക്കുക. രാവിലെ പ്രാതസ്നാനം വളരെ പ്രധാനമാണ് വൈശാഖ മാസത്തിൽ എന്നാണ് പറയുന്നത്. രാവിലെ കുളിച്ചാൽ എല്ലാ നദികളിലും കുളിച്ച ഫലം നമുക്ക്, സ്നാനം ചെയ്ത ഫലം നമുക്ക് ലഭിക്കുമെന്നാണ് പറയുന്നത്. പ്രാതസ്നാനം പ്രധാനമാണ്. ഭഗവാന് വേണ്ടിയിട്ട് എന്ത് പൂജയാണെങ്കിലും ഇപ്പം ഭഗവാന് നമുക്ക് ഭക്ഷണം സമർപ്പിക്കാം. ദാനം വൈശാഖ മാസത്തിലൊരു പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഗുരുവായൂരും വൈശാഖ മാസം കാര്യമായിട്ട് ആചരിക്കുന്നുള്ളത് നമുക്കറിയാലോ. അപ്പോൾ ഇവിടെ ജലം നൽകാനായിട്ട്, ഭക്തർക്ക് ജലം കൊടുക്കാനായിട്ട്, വെള്ളം കൊടുക്കാനായിട്ട് ഇവിടെ പന്തൽ ഒക്കെ കെട്ടിയിട്ടുണ്ട്. വൈശാഖ മാസമായിട്ട് ഗുരുവായൂരിൽ നല്ല തിരക്കുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പ്രത്യേകമായിട്ട് പന്തലൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ വൈശാഖ മാസത്തിൽ അങ്ങനെ പറ്റുന്ന എല്ലാവർക്കും നമ്മൾ അന്നദാനം ചെയ്യുക, ജലദാനം ചെയ്യുക, ഇതൊക്കെ വളരെ നല്ലതാണ്. ഇങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യാന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും നമ്മളെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ആർക്കും ദാനം ചെയ്യുന്നത് വളരെ പ്രാധാന്യമുള്ളതാണ്. പിന്നീട് വൈശാഖ മാസത്തിൻ്റെ പ്രാധാന്യം, വൈശാഖ മാസത്തിൽ എന്തുകൊണ്ടാണ് ഇത്ര പ്രാധാന്യം നമ്മൾ വിചാരിക്കുന്നത്. ഈ വൈശാഖ മാസത്തിൽ ഭഗവാൻ ലക്ഷ്മി ദേവി സമേതനായിട്ട് ഭൂമിയിൽ ഭഗവാന്റെ ആ ലക്ഷ്മി ദേവിയുടെയും ആ സാന്നിധ്യം നമുക്ക് അറിയപ്പെടുന്ന, ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാകുന്ന സമയമാണ് ഈ വൈശാഖ മാസക്കാലം. ഈ വൈശാഖ മാസത്തിൽ മാത്രമല്ല ഭഗവാന്റെ ഒരുപാട് അവതാരങ്ങൾ, ഒരുപാട് പ്രത്യേകത ഉള്ള ദിവസങ്ങളൊക്കെ ഉണ്ട് വൈശാഖ മാസത്തിൽ. ഭഗവാന്റെ അവതാരങ്ങളായിട്ടുള്ള നരസിംഹാവതാരവും കൂർമാവതാരവും ഭഗവാന്റെ ബലരാമാവതാരവും ബുദ്ധപൂർണിമയും സീതാ നവമിയും ഗംഗാ സപ്തമിയും ഒക്കെ വരുന്നത് ഈ വൈശാഖ മാസത്തിലാണ്. അപ്പോൾ അതൊക്കെ പറ്റുന്ന രീതിയിൽ ഭഗവാന് സമർപ്പിച്ച് ആചരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അങ്ങനെ വൈശാഖ മാസത്തിലെ ഏകാദശി പറ്റുന്ന പോലെ നമ്മൾ എടുക്കണം. വൈശാഖ മാസത്തിൽ എല്ലാ മാസത്തെ പോലെ തന്നെ 2 ഏകാദശിയാണ് വരുന്നത്.
അപ്പോൾ ആ ഏകാദശി എടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വളരെ പുണ്യമാണ്. വൈശാഖ മാസത്തിൽ ഞാൻ പറഞ്ഞല്ലോ, എന്ത് കർമ്മം ചെയ്താലും ഇരട്ടി ഫലമാണ് നമുക്ക് ലഭിക്കുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കർമ്മങ്ങളൊക്കെ വൈശാഖ മാസത്തിൽ പറ്റുന്നത് പോലെ എല്ലാവരും ആചരിക്കാൻ നോക്കുക. ഏകാദശി പറ്റുന്നത് പോലെ ഇപ്പം ഫ്രൂട്ട്സ് കഴിച്ചിട്ടാണെങ്കിലും ഏകാദശി ഈ വൈശാഖ മാസത്തിൽ ഏകാദശി എടുക്കാൻ നോക്കുക. അങ്ങനെ ഭഗവാന് ക്ഷേത്ര ദർശനം ചെയ്യുക. ഇതൊക്കെ വളരെ പുണ്യമാണ് വൈശാഖ മാസത്തിൽ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എന്ത് തരത്തിലുള്ള വിഷ്ണു പൂജ, നാമം ജപിക്കാം, നമുക്ക് നാമം എഴുതാം, പിന്നെ ഭഗവാനെ നമുക്ക് അലങ്കരിക്കാം, ഭഗവാന് പൂ സമർപ്പിക്കാം. എന്തിന് വൈശാഖ മാസത്തിൽ മാത്രമല്ല ഇതൊക്കെ, പക്ഷെ വൈശാഖ മാസത്തിൽ ഇത് ചെയ്ത ഒരു പ്രത്യേക പുണ്യവും പ്രത്യേക തരം അനുഗ്രഹവും നമുക്ക് ലഭിക്കുമെന്നാണ് പറയുന്നത്. ഭഗവാന് എന്തിന് പറയുള്ളൂ, ഭഗവാന് നമുക്കൊരു മനസ്സറിഞ്ഞ് കുറച്ച് വെള്ളം സമർപ്പിച്ചാൽ മതി, ഭഗവാൻ അത് സന്തോഷത്തോടു കൂടി സ്വീകരിക്കും, അത് ഉറപ്പാണ്. അപ്പോൾ ഗുരുവായൂരപ്പനെ കണ്ടോളൂ, എല്ലാവരും ഗുരുവായൂരപ്പനെ തൊഴുള്ളൂ. हरे कृष्णा, सर्वं कृष्णार्पणमस्तु.